ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടച്ചക്ക വെച്ചിട്ടൊരു റോസ്റ്റാണ് കേട്ടോ. കടച്ചക്ക റോസ്റ്റ്. അതിനായി ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഷ്ണമാക്കിയിട്ട് ചെത്തി മുറിച്ചെടുക്കാം. നല്ല മൂത്ത നല്ല പൊടിയുള്ളൊരു കടച്ചക്ക തന്നെയാണത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നമുക്ക് കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇതിപ്പോൾ വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ള കടച്ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പകുതി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അതേപോലെ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവും. കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. കൊച്ചുള്ളി ഇട്ട് ചതച്ചിട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ച് എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു തക്കാളി അരിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ കടച്ചക്ക വേവിച്ചൊടിച്ച കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശകലം മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം.